ഈ ഏലച്ചെടിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വേനൽക്കാലത്ത് എല്ലാ ആളുകളും ഏലച്ചെടികളിൽ ഫോളിയാർ വളങ്ങൾ പ്രയോഗിക്കാറുണ്ട്. പക്ഷേ എവിടെ പ്രയോഗിക്കും? അതാണ് പ്രധാനപ്പെട്ട ഘടകം. കടയിൽ ചെല്ലുമ്പോൾ അവരെല്ലാം പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പറയുന്നത്, ചേട്ടാ ഇലയുടെ അടിയിൽ അടിച്ചു കൊടുത്തു എന്ന് പറയും. അടിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. പക്ഷേ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുന്നത് എവിടെ അടിക്കുമ്പോഴാണ്. അതിന് പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയ വശമുണ്ടോ? ഇതാണ് ഞാൻ ഇന്നത്തെ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ഈ ഏലച്ചെടിയുടെ ഒരു തണ്ടാണ് അല്ലേ. അപ്പം ഇതിൽ നമുക്കറിയാം ഈ ഭാഗം, അതിന് മേൽഭാഗം സൂര്യപ്രകാശം അടിക്കുന്ന ആ പ്രതലം നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നു, അടിഭാഗത്ത് സൂര്യപ്രകാശം അടിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, ഈ ഫോളിയാർ വളങ്ങൾ അടിക്കുമ്പോൾ ഇലയുടെ മുകളിൽ കൊടുക്കേണ്ടതുണ്ടോ അടിയിൽ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം അതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇലയുടെ ടോപ്പിലുള്ള കോശങ്ങളെക്കാളും സ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കോശങ്ങൾക്ക്, ഇതിൻ്റെ തൊലിപ്പുറമേയുള്ള ഈ കോശങ്ങൾക്ക് സ്റ്റൊമാറ്റ എന്ന് പറയും. ഈ സ്റ്റൊമാറ്റ കൂടുതലുള്ളത് അടിഭാഗത്താണ്, സ്റ്റൊമാറ്റ കുറച്ചുള്ളത് മേൽഭാഗത്താണ്. അപ്പോൾ ഈ അടിയിൽ അടിച്ചു കൊടുക്കുന്ന പറയുന്നത് അതിൻ്റെ കോശങ്ങളുടെ എണ്ണം കൂടുതലുള്ളതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇലകളുടെ അടിഭാഗത്ത്, ഈ അടിഭാഗത്തുള്ള ഈ കോശങ്ങളിലൂടെയാണ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഇല ആഹാരം പാകം ചെയ്യുമ്പോൾ അതിനകത്ത് ബൈ പ്രൊഡക്റ്റായിട്ടുണ്ടാകുന്ന സംഗതിയാണ് ഓക്സിജൻ, മറ്റ് അതർ ഗ്യാസസ് ഒക്കെ ഉണ്ടാവും, പിന്നെ കുറേ ജലവും ഉണ്ടാവും. ഇതെല്ലാം വെളിയിൽ വിടുന്നത് ഇലയുടെ അടിയിലുള്ള കോശങ്ങളാണ്. എന്നുവെച്ചാൽ ഇലയുടെ അടിയിലുള്ള സ്റ്റൊമാറ്റയാണ് അതെല്ലാം വെളിയിലേക്ക് വിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ കോശങ്ങളുള്ളത്. കാരണം ഇതിലെ സൂര്യപ്രകാശം സ്വീകരിച്ച് അത് ആഹാരം പാകം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. അടിഭാഗത്തൂടെ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഓക്സിജനും മറ്റ് അതർ ഗ്യാസസും വാട്ടറും വെപ്പറും എല്ലാം വെളിയിൽ പോകുന്നു. അപ്പോൾ അടിഭാഗത്ത് സ്റ്റൊമാറ്റ കോശങ്ങളുടെ എണ്ണം കൂടുതലും മേൽഭാഗത്ത് ടോപ്പിൽ കുറവുമായിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. എന്നാൽ അതുകൊണ്ട് അടിയിലടിക്കുന്നതുകൊണ്ട് കൂടുതൽ കോശങ്ങൾ തുറന്നിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് അബ്സോർവ് ചെയ്യും എന്നാണ് ആളുകൾ പഠിക്കുന്നത്. പക്ഷേ കൂടുതൽ അബ്സർവേഷൻ നടക്കുന്നത് അത് ഗ്യാസസ്, അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ വാട്ടർ വെപ്പർ, ഇങ്ങനെയുള്ള സംഗതികൾ വെളിയിലേക്ക് വിടാനുള്ള ഒരു പ്രതലമാണ് അടിഭാഗം. ഉള്ളിലേക്ക് സ്വീകരിക്കാൻ കൂടുതൽ സ്വീകാര്യക്ഷമതയുള്ളത് ഇതിൻ്റെ മേൽഭാഗം തന്നെയാണ്. സൂര്യപ്രകാശം സ്വീകരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് മേൽഭാഗത്ത് അടിക്കുന്നതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട് അടിഭാഗത്തുള്ളതിനേക്കാളും. അടിഭാഗത്ത് വെച്ചാൽ കുഴപ്പമുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, കൂടുതൽ എഫക്റ്റീവ് മേൽഭാഗത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അടിഭാഗത്തുള്ള സ്റ്റൊമാറ്റയുടെ ധർമ്മങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സ്റ്റൊമാറ്റ അടിയിലുണ്ട് മേളിലുണ്ട് സ്റ്റൊമാറ്റ കോശങ്ങൾ. ഈ തൊലിപ്പുറമെയുള്ള കോശങ്ങൾക്കാണ് സ്റ്റൊമാറ്റ കോശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോശങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല നട്ടുച്ച സമയത്ത്, അതായത് ഒരു 10 മണിക്ക് ശേഷം ഒരു 4 മണി വരെയുള്ള സമയത്ത് ജലാമൃതി നഷ്ടപ്പെടാതിരിക്കാൻ തക്കണം ചെടികൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സ്റ്റൊമാറ്റ കോശങ്ങളെല്ലാം ക്ലോസ് ചെയ്യും. പിടികിട്ടിയോ? അപ്പോൾ അത് മേളിലുള്ളതാണേലും അടിയിലുള്ളതാണേലും അത് കൂടുതലായിട്ട് ക്ലോസ് ചെയ്ത് ജലാംശത്തിൻ്റെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്ത സമയത്താണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നതെങ്കിൽ അപ്പോൾ 10 മണി 11 മണി അല്ലെങ്കിൽ നല്ല ചൂടുള്ള ഉച്ച സമയത്ത് നമ്മൾ നല്ല വില കൂടിയ ഫോളിയാറൊക്കെ മേടിച്ചിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്പം പോലും ഉള്ളിലേക്ക് സ്വീകരിക്കത്തില്ല. കാരണം കോശങ്ങളുടെ സുഷിരങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്ന സമയമാണ്. ജലാംശം കുറയ്ക്കാൻ വേണ്ടി ചെടികൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പ്രക്രിയ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ വളം വേസ്റ്റ് ആകുകയില്ലേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ഫോളിയാർ വളം അടിക്കുമ്പോഴെല്ലായ്പ്പോഴും നമ്മൾ ഒന്നെങ്കിൽ അതിരാവിലെ എന്ന് പറയുമ്പോൾ നമുക്കൊരു 8 മണി 9 മണി വരെയുള്ള സമയത്ത്, ചൂടാകുന്ന വരെയുള്ള സമയത്ത് നമുക്ക് അങ്ങ് ചെയ്യാം. പിന്നെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ശേഷം ഒരു 6 മണി വരെയുള്ള സമയത്ത് അടിച്ചു കഴിഞ്ഞാൽ കോശങ്ങളെല്ലാം തുറന്നിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളത് ഇപ്പോൾ ഈ ചെടികൾ കൂടുതൽ അത് അബ്സോർവ് ചെയ്യാനുള്ള കാരണമായി തീരും. ഇനി നമ്മൾ ഈ ഫോളിയാർ വളം പ്രയോഗിക്കുമ്പോൾ ഫോളിയാർ വളത്തിൻ്റെ ഡോസ് കൂടിപ്പോയി എന്ന് കൂട്ടിക്കും. ഡോസ് കൂടിപ്പോയി എന്താ സംഭവിക്കുന്നത്? വെള്ളത്തിന് സാന്ദ്രത കൂടുമ്പോൾ ഈ കോശങ്ങൾക്കുള്ളിലുള്ള സുഷിരത്തിലേക്ക് അത് വലിഞ്ഞു കയറി പോകാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അത് അടഞ്ഞു പോകും, ടോട്ടലായിട്ട് കോശഭിത്തികളെല്ലാം അടഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അബ്സർവേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് ഡൈല്യൂട്ടായിട്ട് അത് അടിക്കണമെന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഫോളിയാർ വളങ്ങൾ അടിക്കുമ്പോൾ ചിലതിന് ഓരോ ഇതുണ്ട്, അത് എത്രത്തോളം നമുക്ക് ചേർക്കാമെന്നുള്ളത്. 100 ലിറ്ററിന് 1/2 കിലോ 1 കിലോ എന്ന തോതിലുണ്ട്.
പക്ഷേ ശരാശരി നമ്മൾ പരിശോധിക്കുമ്പോൾ 1 കിലോയിൽ കൂടുതൽ 100 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു പ്രശ്നം ഉണ്ടാവും. ഈ സാൾട്ട് അക്യൂമുലേഷൻ എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടാവും. ലവണങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി പിന്നീട് കോശഭിത്തിയെല്ലാം അടഞ്ഞുപോയി. ഫോട്ടോസിന്തസിസ് പ്രക്രിയ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. ചെടികൾക്ക് ആഹാരം പാകം ചെയ്യാൻ കഴിയാതെ വരും. നമ്മൾ ഗുണത്തേക്കാൾ അധികം അത് ദോഷം ചെയ്യും. അതുകൊണ്ട് ഫോളിയാർ പ്രയോഗിക്കുമ്പോൾ സമയം ഒന്ന് നോക്കുക. രണ്ടാമത്തെ സംഗതി അത് ലൈറ്റായിട്ട് അടിക്കാൻ കൊണ്ട് ശ്രമിക്കുക. അതാണ് നമുക്ക് കൂടുതൽ ഫലപ്രദമായിരിക്കുന്നത്. അപ്പോൾ വേരിലൂടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് വേരിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേനൽക്കാലത്ത് വേരിൽ പ്രയോഗിക്കുന്നത് ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനമല്ല, മറിച്ച് ഇലകളിലൂടെ പോഷണങ്ങൾ കൊടുക്കുന്നതാണ് ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനം. ഈ ഫോളിയാർ വളങ്ങളുടെ ഓവർ ഡോസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്നറിയോ? അതായത് പലപ്പോഴും അത് മണ്ണിൽ കൊടുത്താലും ശരിയാണ്. ഓവർ ഡോസ് ആയി കഴിയുമ്പോൾ സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലകളുടെ അരികു ഭാഗം ഇതുണ്ടോ ഇങ്ങനെ കരിഞ്ഞു കയറും. ഈ ഉള്ളി അല്ല, എഡ്ജ് മാത്രം കളറുമാതിരി കരിഞ്ഞ് അതിൻ്റെ പച്ചപ്പ് നഷ്ടപ്പെട്ട് ഇളം മഞ്ഞ കളറിലേക്ക് പിന്നെ അത് പതുക്കെ കരിഞ്ഞും ഉള്ള അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ഓവർ ഡോസ് ആകുന്നുണ്ടോ എന്ന് നമുക്ക് ആ വിധത്തിൽ പരിശോധിക്കാൻ കഴിയും. പിന്നെ ഇതെല്ലാം കറക്റ്റാണെങ്കിൽ ഇപ്പോൾ ഫോളിയാർ പ്രയോഗിച്ചാലും അതല്ലാത്ത വളങ്ങൾ പ്രയോഗിച്ചാൽ യഥാർത്ഥത്തിൽ ചെടികൾക്ക് നന്നായിട്ട് വലിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ മണ്ണിൻ്റെ pH കറക്റ്റായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് pH ലെവൽ ആദ്യം കറക്റ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. pH എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദയവായി കാണുക. അപ്പോൾ നമുക്ക് pH എത്രയാണ് വേണ്ടത് മണ്ണിൽ, അതെങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതോടെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയ കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.